നമ്മുടെ കലോറി എവിടെയാണ് പോകുന്നത് മനസ്സിലാക്കാം. ഒന്ന് ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പല രീതിയിൽ അതിന്റെ ഡെയിലി ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ശ്വാസം കഴിക്കുക പോലുള്ള അതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. 200 കലോറി പെർ ഡേ ഉപയോഗിക്കുന്ന ആളുണ്ട്, 2000 കലോറി പെർ ഡേ ഉപയോഗിക്കുന്ന ആളുണ്ട്. ഈ ഒരു നീറ്റിന് മാത്രം. അഡാപ്റ്റീവ് തെർമോജെനിസിസ് ആണ്. ഇപ്പൊ ഇതെന്താണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കലോറി ഉപയോഗിക്കുന്നത് നമ്മുടെ എൻവയോൺമെന്റുമായിട്ടുള്ള റെസ്പോൺസ്, അതുപോലെ തന്നെ നമ്മുടെ ഡയറ്റുമായിട്ടുള്ള റെസ്പോൺസ്, അതുപോലെ തന്നെ ബോഡി കമ്പോസിഷൻ, ഇത്തരം കാര്യങ്ങളാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ കഴിക്കുന്ന ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള കലോറി കറക്റ്റ് ആവണം എന്നില്ല. അതുപോലെ തന്നെ ഫിറ്റ്നസ് ട്രാക്കേഴ്സും പലപ്പോഴും നമ്മളോട് പറയുന്ന കലോറി ബേൺ, ഇത്ര കലോറി നമ്മൾ കത്തിച്ചു എന്ന് പറയുന്നത് കറക്റ്റ് ആവണം എന്നില്ല. കഴിഞ്ഞ സെഷനിൽ നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കലോറി നമ്മുടെ ശരീരത്തിലേക്ക് എങ്ങനെ കലോറി എത്തുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. ഇന്ന് നമുക്ക് അതിന്റെ ഒരു കമ്പാരിസൺ, അതിനകത്തുള്ള കുറച്ച് മിത്തുകൾ, അതുപോലെ തന്നെ എങ്ങനെയാണ് കലോറി പുറത്തേക്ക് പോകുന്നത് അതിനകത്തുള്ള കുറച്ച് മിത്തുകൾ, ഇത്തരം കാര്യങ്ങളിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഒരു കലോറി എന്ന് പറയുന്നത് ഒരു കലോറി തന്നെയാണോ എന്നുള്ളതായിരുന്നു നമ്മൾ അന്ന് കണ്ടത്. ഇന്നിപ്പോ നമ്മൾ കാണാൻ പോകുന്നത് കലോറി ഇൻ നോട്ട് ഈക്വൽ ടു കലോറി ഔട്ട്. നമ്മൾ കലോറി എത്ര കഴിക്കുന്നുണ്ടോ അത് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തു പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് പോസിബിൾ അല്ല. അത് നമ്മുടെ ഒരു മിത്താണ്. ഒരുപക്ഷെ എങ്ങനെയാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്, ഭക്ഷണം കഴിക്കുന്നതിന് അനുസരിച്ച് കൃത്യമായിട്ടുള്ള അനുപാതത്തിൽ മലം വേണം എന്ന് പറയുന്നത് പോലെ ആയിരിക്കും ഒരുപക്ഷെ ഈ ഒരു കാര്യം. നമുക്കതിന്റെ ഡീറ്റെയിലേക്ക് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോകാം, കാരണം പല കാര്യങ്ങളും നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്തിട്ടുള്ളതാണ്. സോ എവിടെ നിന്നാണ് കലോറി വരുന്നത് നമ്മുടെ ശരീരത്തിലേക്ക്? കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ, ഫാറ്റ്, അതല്ലെങ്കിൽ ആൽക്കഹോൾ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളാണ്. അതില് പ്രോട്ടീനില് കാർബോഹൈഡ്രേറ്റിൽ 4 കലോറിയാണ് ഉള്ളതെങ്കിൽ 1 ഗ്രാമിന് 4 കലോറി ആണെങ്കിൽ ഫാറ്റിൽ 9 കലോറി ഉണ്ട് പെർ ഗ്രാം എന്നും, അതുപോലെ തന്നെ ആൽക്കഹോൾ ആണെങ്കിൽ അതിന് 7 കലോറിയാണ് ഉള്ളത് എന്നൊക്കെ നമ്മൾ ഏകദേശം ഒരു രൂപം കണ്ടു. അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയാണ് ശരിക്കും ഈ കലോറി നമ്മൾ കൗണ്ട് ചെയ്യുമ്പോഴുണ്ടാവുന്ന ചില തെറ്റിദ്ധാരണകൾ? ഈ തെറ്റിദ്ധാരണകളെ നമ്മൾ ഒന്ന് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിയായ സൊല്യൂഷൻ, അല്ലെങ്കിൽ ശരിയായ രീതിയിൽ നമ്മുടെ ഡയറ്റ് പ്ലാൻ ചെയ്യാനും നമ്മുടെ വർക്കൗട്ട് രീതികൾ പ്ലാൻ ചെയ്യാനും, ഒരുപക്ഷെ നമ്മുടെ മസിൽ, അതുപോലെ തന്നെ നമ്മുടെ ഫാറ്റ്, ശരീരത്തിനകത്ത് ഫാറ്റ്, ഇതിനൊക്കെ ഒന്ന് ശരിയായ രീതിയിൽ കമ്പോസിഷൻ ആക്കാനും ഒക്കെ നമുക്കത് ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. സോ അതിലേക്ക് പോകുമ്പോൾ എല്ലാ കാർബോഹൈഡ്രേറ്റും ഈക്വൽ അല്ല എന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഫ്രക്ടോസിനെ പറ്റിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ബ്രെഡിനെ പറ്റി കണ്ടു. ഫ്രക്ടോസ് പലപ്പോഴും നമുക്കൊരു അഡിക്റ്റീവിന്റെ റിസൾട്ട് ആണ് തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ കഴിക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. ബ്രെഡ് എടുക്കുമ്പോൾ നമുക്ക് പഫിനെസ് കൂടിയ ബ്രെഡ് ഉണ്ട്, അതുപോലെ തന്നെ സ്ട്രോങ് ആയിട്ടുള്ള ബ്രെഡും ഉണ്ട്. ഈ സ്ട്രോങ് ആയിട്ടുള്ളത് ഒരുപക്ഷെ ഹോൾ ബ്രെഡ് ആണ്. നമ്മൾ ബ്രൗൺ ബ്രെഡ് എന്നുള്ളതിന് പകരം ഹോൾ ബ്രെഡ് ആണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിന് നല്ലത്. അതുകൊണ്ട് തന്നെ ഹോൾ ഗ്രെയിൻസ് നമ്മൾ കഴിക്കുമ്പോൾ, പ്രത്യേകിച്ച് കാർബോഹൈഡ്രേറ്റിന്റെ കൂടെ തന്നെ ഹോൾ കാർബോഹൈഡ്രേറ്റ് ആയിട്ട് നമ്മൾ കഴിക്കുമ്പോൾ അതിന്റെ കൂടെ ഫൈബറും മറ്റ് ന്യൂട്രിയൻസും ഒക്കെ കയറുന്നതുകൊണ്ട്, ശരീരത്തിനകത്തേക്ക് ചെല്ലുന്നത് കൊണ്ട്, വൈറ്റമിൻസ് ബി കോംപ്ലക്സ് നല്ല രീതിയിൽ ചെല്ലുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഡൈജഷൻ, അബ്സോർപ്ഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നടക്കും. ഒരു മൾട്ടി മൈക്രോ ന്യൂട്രിയൻസ് നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്നത് കൊണ്ട് തന്നെ കൂടുതൽ ഗുണകരമാകും. റിഫൈൻഡ് ആയിട്ടുള്ള ഗ്രെയിൻസിനെ അപേക്ഷിച്ച് ഇത് വളരെ നല്ലതാണ് എന്നുള്ളത് കണ്ടു. സോ കാർബോഹൈഡ്രേറ്റ് ആണോ ശരിക്കും പ്രോബ്ലം? പ്രോബ്ലം കാർബോഹൈഡ്രേറ്റ് അല്ല. എന്താണ്? നമ്മൾ ശരിക്കും നല്ല കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കുമ്പോൾ ശരീരത്തിന് പലതരത്തിലുള്ള ന്യൂട്രിയൻസ് കിട്ടുന്നതുകൊണ്ട് അത് ഗുണകരമാണ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കാര്യം പക്ഷെ നമ്മുടെ ഇന്നത്തെ ഫാസ്റ്റ് മൂവിങ് ലൈഫിൽ എന്തുകൊണ്ട് പറ്റുന്നില്ല? കാരണം നമ്മൾ ഫാസ്റ്റ് ഫുഡ് അല്ലെങ്കിൽ പ്രോസസ്ഡ് ഫുഡ് കൾച്ചറിലേക്കാണ് പോകുന്നത്. ഇത്തരം പ്രോസസ്ഡ് ഫുഡ് കൾച്ചർ, പ്രത്യേകിച്ചും അവിടെ കൂടുതൽ പ്രിസർവേറ്റീവ്സോ കൂടുതൽ അഡിക്റ്റീവ്സോ കൂടുതൽ ഫ്ലേവേഴ്സോ ഒക്കെ വരുന്ന സമയത്ത് നമ്മുടെ ടേസ്റ്റ് ബഡ്സ് ഉണരും. അങ്ങനെ രസമുകുളങ്ങൾക്ക് അനുസരിച്ച് നമ്മുടെ മനസ്സും പ്രത്യേകിച്ച് നമ്മുടെ ഇൻഡസ്ട്രീനും ഒക്കെ പ്രിപ്പയർ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ ശരീരത്തിലേക്ക് ഫാറ്റ് ഡെപ്പോസിറ്റ് ആവാൻ കാരണമാവും. അതുകൊണ്ടുള്ള ഇഷ്യൂസ് പല രീതിയിൽ കാണാൻ തുടങ്ങും, പ്രത്യേകിച്ചും മെറ്റബോളിക് റിലേറ്റഡ്. മെറ്റബോളിക് സിൻഡ്രോം ഒക്കെ അതിന്റെ ഒരു റിസൾട്ട് ആണ്. സോ സിംഗിൾ ഇൻഗ്രീഡിയന്റ് ആയിട്ടുള്ള കാർബ് ഒരു പക്ഷേ നമുക്ക് വളരെ കൂടുതൽ ബെനിഫിഷ്യൽ ആണ് എന്നാണ് ഞാൻ പറയാ. സിംഗിൾ ഇൻഗ്രീഡിയന്റ് എന്ന് ഉദ്ദേശിച്ചത് അത് കോംപ്ലക്സ് ആയിട്ടാണ്, സിമ്പിൾ അല്ല. സിംഗിൾ ഇൻഗ്രീഡിയന്റ് കോംപ്ലക്സ് കാർബോഹൈഡ്രേറ്റ് രീതിയിലുള്ള സാധനങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ശരീരത്തിന് ഗുണകരമാവും. അങ്ങനെയാണെങ്കിൽ കൊഴുപ്പ് എഗെയിൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പല രീതിയിലുള്ള കൊഴുപ്പുകളുണ്ട്. മീഡിയം ചെയിൻ ഫാറ്റി ആസിഡ്, ഷോർട്ട് ചെയിൻ ഫാറ്റി ആസിഡ്, ഇത്തരം കാര്യങ്ങൾ
അതുകൂടാതെ ഇത് എവിടെ നിന്നാണ് ഫാറ്റ് നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത്, omega-3 ഫാറ്റി ആസിഡ്സ് പൊതുവെ കലോറിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുന്നില്ല. ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു. അതുപോലെ തന്നെ ട്രാൻസ് ഫാറ്റിനെ പറ്റി അത് ഡയറക്ട്ലി സ്റ്റോറേജിലേക്കാണ് പോവുക എന്നുള്ളതും നമ്മൾ കണ്ടതാണ്. അങ്ങനെയാകുമ്പോൾ ഫാറ്റ് ആണോ നമ്മളെ ഫാറ്റി ആക്കുന്നത്? ഫാറ്റിന് 9 കലോറി പെർ ഗ്രാം, അല്ലെങ്കിൽ ഉള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ കലോറി ഉള്ളത് ഫാറ്റിനാണ്, തീർച്ചയാണ്. പക്ഷേ ആ ഫാറ്റ് അല്ല ശരിയായ കൾപ്രിറ്റ് എന്ന് പറയുന്നത്. ആ ഫാറ്റ് എവിടുന്ന് വരുന്നു, ഏത് സോഴ്സിൽ നിന്നാണ് വരുന്നത്, അതുപോലെ തന്നെ അതൊരു ജങ്ക് ഫുഡിലേക്ക് മാറുന്നുണ്ടോ, എക്സ്ട്രാ ഹീറ്റ് ചെയ്ത അല്ലെങ്കിൽ പിന്നെയും പിന്നെയും റീഹീറ്റ് ചെയ്ത് ഉപയോഗിക്കുന്ന കൊഴുപ്പുകളാണോ നമ്മൾ കൂടുതൽ ഉപയോഗിക്കുന്നത്, ട്രാൻസ് ഫാറ്റി മോഡലാണോ, ഇത്തരം കാര്യങ്ങളിലേക്കാണ് നമ്മൾ ശ്രദ്ധ കൊടുക്കേണ്ടത്. സോ അങ്ങനെയാണെങ്കിൽ പ്രോട്ടീനെ പറ്റിയോ, ഇതാണല്ലോ മൂന്നാമത് നമുക്ക് കലോറി തരുന്ന ഒരു ഫുഡ്, മാക്രോ ന്യൂട്രിയന്റ് എന്ന് പറയുന്നത്. അമിനോ ആസിഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യണം, ഡൈജസ്റ്റബിലിറ്റി ആൻഡ് അബ്സോർപ്ഷൻ, അതിന്റെ നമ്മുടെ ശരീരത്തിൽ എങ്ങനെ അത് ഡൈജസ്റ്റ് ആവുന്നു, അതിന്റെ അബ്സോർപ്ഷൻ എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം. അതുപോലെ തന്നെ പ്ലാന്റ് സോഴ്സിൽ നിന്നാണോ അനിമൽ സോഴ്സിൽ നിന്നാണോ, ഇതൊക്കെ അനുസരിച്ച് നമ്മുടെ ശരീരത്തിൽ അത് അബ്സോർബ് ആവുന്ന രീതിയൊക്കെ വ്യത്യാസം വരും. പ്രത്യേകിച്ച് ട്രിപ്റ്റോഫാൻ പോലെയുള്ള അമിനോ ആസിഡ്സ് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ആവശ്യമുള്ളതാണ്. സോ ഇത് എവിടെ നിന്ന് കിട്ടുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഓക്കെ, ഇതിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബോഹൈഡ്രേറ്റിൽ നിന്ന് വരുന്ന കലോറിയാണ് സാധാരണഗതിയിൽ എനർജിക്ക് വേണ്ടി പൂർണ്ണമായിട്ട് ഉപയോഗിക്കപ്പെടുന്നത്. പ്രോട്ടീനിൽ പലതരത്തിലുള്ള അമിനോ ആസിഡുകൾ ഉണ്ട്. ഇതിന് തന്നെ ഗ്ലൂക്കോജനിക് ആയിട്ടുള്ള പ്രോട്ടീൻ അല്ലെങ്കിൽ അത്തരം അമിനോ ആസിഡുകൾ മാത്രമാണ് കലോറിക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടുക. ആദ്യം അത് പ്രോട്ടീന്റെ യൂസ് പലതരത്തിലുള്ള ബോഡി കോമ്പണൻസ് ഉണ്ടാക്കാൻ, അതിപ്പോ ഓർഗൻസ്, മസിൽസ്, അല്ലെങ്കിൽ ഹോർമോൺസ്, അല്ലെങ്കിൽ ഈവൻ പല കോശങ്ങളുടെയും ആവരണങ്ങൾ, ഇതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രധാനപ്പെട്ട സോഴ്സ് പ്രോട്ടീൻ ആണ്. അതുപോലെ തന്നെ ഫാറ്റ് ആണ്. സോ ഇത്തരം കാര്യങ്ങളിലേക്കാണ് ആദ്യം കൊഴുപ്പും അതുപോലെ തന്നെ പ്രോട്ടീനും ഉപയോഗിക്കപ്പെടുക. അതേസമയത്ത് കാർബോഹൈഡ്രേറ്റ് ഊർജ്ജത്തിന് വേണ്ടി ഉപയോഗിക്കപ്പെടും. സോ കാർബോഹൈഡ്രേറ്റിൽ നിന്ന് വന്ന കലോറി മാത്രമാണ് കൗണ്ട് ചെയ്യേണ്ടത് എന്നല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് കാർബോഹൈഡ്രേറ്റ് പൂർണ്ണമായിട്ടും, എന്നാൽ ഫാറ്റ്, പ്രോട്ടീൻ മുതലായവ പാർഷ്യലും മാത്രമാണ് കലോറിയിലേക്ക് കൺവേർട്ട് ചെയ്ത് ശരീരം ഉപയോഗിക്കുക എന്നുള്ളതാണ്. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എല്ലാ കലോറിയും ഈക്വൽ അല്ല എന്ന് ഉറപ്പിക്കാമല്ലോ. ഓൾ കലോറി നമ്മുടെ ശരീരത്തിലേക്ക് വരുന്നത് എല്ലാം ഒരേപോലെ തന്നെ നമ്മൾ കാണാൻ പാടില്ല. സോ കലോറി മൊത്തത്തിൽ നമ്മൾ കുറക്കുക എന്ന് പറയുന്നത് ഇതേ ഒരു കാരണം കൊണ്ട് തന്നെ ഒരു ബാഡ് ഐഡിയ ആണ്, ഒരു തെറ്റായ കാര്യമാണ്. നമ്മൾ കഴിക്കുന്നത് പൊതുവെ ഒന്ന് കുറച്ച് കഴിഞ്ഞാൽ ഹെൽത്തി ആവുമോ? ഇല്ല. നമ്മൾ ഹെൽത്തി ആയിട്ടുള്ളത് കഴിച്ചാൽ മാത്രമേ ഹെൽത്തി ആയിട്ടുള്ള രീതിയിലേക്ക് ശരീരം മാറുള്ളൂ. സോ നമ്മൾ കലോറി കട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് ഇനീഷ്യലി നമുക്ക് തോന്നും ഓക്കെ ഫ്രഷ്നെസ്, അല്ലെങ്കിൽ ബോഡി ഒരു എന്താ ഹൽക്ക എന്ന് പറയും ഇന്ത്യയിൽ, ബോഡി ഒന്ന് ഒരു ലൈറ്റ് ഫീലിലേക്ക് പോകുന്നുണ്ടാവും. പക്ഷെ അത് പെർമനന്റ് ആവില്ല. അവിടെ നമ്മുടെ ബോഡി ഫാറ്റ് സ്റ്റോറേജിനുള്ള ചാൻസസ്, സ്കിപ്പിംഗ് ഓഫ് മീൽസ് എന്നൊക്കെ പറയില്ലേ, നമ്മൾ ഭക്ഷണം ഒഴിവാക്കുക, അല്ലെങ്കിൽ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കിയിട്ട് സ്ട്രക്ചേർഡ് പാറ്റേണിൽ അല്ലാതെ ഇടയ്ക്ക് ഇന്ന് രാവിലെ കഴിക്കാൻ സമയം കിട്ടിയില്ല, ഞാൻ കഴിക്കുന്നില്ല, ഇന്ന് ഉച്ചയ്ക്ക് ഒന്ന് സ്കിപ്പ് ചെയ്താലോ, ഇങ്ങനെ ഒരു സ്ട്രക്ചേർഡ് അല്ലാത്ത രീതിയിൽ നമ്മൾ കട്ട് ഡൗൺ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഒഴിവാക്കുമ്പോഴോ അത് ശരീരത്തിന് അഡ്വേഴ്സ് എഫക്റ്റ് ആണ് കൂടുതൽ കൊടുക്കുക. സോ എന്തൊക്കെയാണ് നമ്മളിപ്പോ കലോറിയെ പറ്റി നോക്കുമ്പോൾ, ഇനീഷ്യലി എളുപ്പത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന 2 പ്ലേറ്റുകൾ ഇവിടെയുണ്ട്. 660 കലോറിയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് അപ്രോക്സിമേറ്റ്. അതിൽ ഒരു സ്നിക്കറും ഒരു ഡോണറ്റും മാത്രം വെച്ചിട്ട് നമുക്ക് 660 കലോറി കിട്ടുമെങ്കിൽ, അതേ സ്ഥലത്ത് ഒരു പ്ലേറ്റ് ഫുൾ ആയിട്ടുള്ള, ഒരു പക്ഷേ ഒരല്പം പനീറും ഒരല്പം വെജിറ്റബിൾസും അതുപോലെ തന്നെ ചിക്കൻ പീസും ഒക്കെ കൂടിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് പ്ലേറ്റ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. സോ ചോയ്സ്, നമുക്ക് ഏതാണ് കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് കഴിച്ചു തീർക്കാൻ പറ്റുക 660 കലോറിയിൽ? ലെഫ്റ്റ് സൈഡിലുള്ള പ്ലേറ്റ് ആണ്, സ്നിക്കറും അതുപോലെ തന്നെ ഡോണറ്റും ആണ്. അതേ സമയത്ത് വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ കഴിക്കുമ്പോഴേക്കും കൂടുതൽ സമയം വേണം, അവിടെ ഈവൻ മൈൻഡ്ഫുൾനെസ്, നമ്മൾ അതവിടെ ശ്രദ്ധിച്ച് കഴിക്കേണ്ട ആവശ്യം കൂടി ഉണ്ടാവും. സോ ഇനീഷ്യലി നമ്മൾ ആ കലോറി മാത്രം നോക്കുന്നതിന് പകരം കഴിക്കുന്നതിൽ തന്നെ നമ്മൾ കുറച്ചുകൂടി ഹെൽത്തി ആയിട്ടുള്ള രീതിയിൽ ഭക്ഷണം കഴിക്കാൻ ശ്രദ്ധിക്കണം. ഇതാണ് കലോറി ഇന്നിനെ പറ്റി പ്രധാനമായിട്ട് പറയാൻ. അതിൽ ഒരു സ്റ്റെപ്പ് കൂടി മുന്നോട്ട് എടുത്തു കഴിഞ്ഞാൽ, നമ്മൾ ഈ കാണുന്ന കലോറി, ഇപ്പൊ സ്നിക്കേഴ്സ് ആണെങ്കിലും ഡോണറ്റ് ആണെങ്കിലും അതിന്റെ മുകളിലേക്ക് സപ്പോസ് ന്യൂട്രീഷൻ ഫാക്ട്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ചാർട്ട് കൂടി കാണാം. ഇത്ര ന്യൂട്രിയൻസ് ഉണ്ട്, ഇത്ര ആഡഡ് ഷുഗർ ഉണ്ട്, ഇത്ര കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, അല്ലെങ്കിൽ പ്രോട്ടീൻ ഇത്ര ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ന്യൂട്രീഷൻ ലാബ്. ബട്ട് അതിൽ കൊടുത്തിരിക്കുന്ന കലോറി 100% ആക്യുറേറ്റ് ആണോ? ചാൻസ് ഇല്ല. ഒരു സ്റ്റഡി നടന്നിട്ടുണ്ട്, അത് ഒബിസിറ്റിയെ കുറിച്ചുള്ള ഒരു ജേർണൽ ആയിരുന്നു. അതിൽ തന്നെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾമോസ്റ്റ് ഇത്തരം
ന്യൂട്രീഷണൽ ഫാക്റ്റിൽ വരുന്ന കലോറി എന്ന് പറയുന്നത് 8% കൂടുതലായിരിക്കും. അതിൽ കൊടുത്തിരിക്കുന്നതിനേക്കാൾ കൂടുതൽ കലോറിയാണ് അതിനകത്ത് ആക്ച്വലി അടങ്ങിയിട്ടുണ്ടാവുക എന്നുള്ളതാണ്. പ്ലസ് അത് പ്രോസസ്ഡ് ആയതുകൊണ്ട് അത് പൂർണ്ണമായിട്ടും ശരീരം യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ കലോറി സ്റ്റോർ ചെയ്യാൻ വേണ്ടി എടുക്കുകയും ചെയ്യും. അതേ സമയത്ത് നമ്മൾ കുറച്ച് ആൽമണ്ട്സോ, ഞാൻ കഴിഞ്ഞ ദിവസം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, കുറച്ച് ആൽമണ്ട്സ് നമ്മൾ കഴിക്കുകയാണെങ്കിൽ ആൽമണ്ട്സിനകത്ത് നിന്ന് 160 കലോറി കിട്ടുമ്പോൾ ഓൾമോസ്റ്റ് 130 കലോറി മാത്രമേ ശരീരത്തിന് ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. സോ കലോറി ലേബൽസ് എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ആക്യുറേറ്റ് അല്ല. ഈവൻ അതിനകത്തു നിന്നുള്ള കലോറി പൂർണ്ണമായിട്ടും ശരീരം ഒരു ഹെൽത്തി ആയിട്ടുള്ള ബോഡി അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും അബ്സോർബ് ചെയ്യണമെന്നൊന്നുമില്ല. സോ അതും അവിടെ പാർഷ്യലി കറക്റ്റ് മാത്രമേ ആവുന്നുള്ളൂ. അത് കൂടാതെയാണ് നമ്മുടെ ഗട്ടിന്റെ സ്ഥിതി. ഗട്ട് മൈക്രോബയോം അത് എങ്ങനെ ഇതിനെ അസിമിലേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ എങ്ങനെ അബ്സോർബ് ചെയ്യാനും ഡൈജസ്റ്റ് ചെയ്യാനും സഹായിക്കുന്നു എന്നുള്ളതൊക്കെ അനുസരിച്ചിട്ടാണ് ഈ ന്യൂട്രീഷണൽ ലെവൽ, അതൊരു ഹെൽത്തി ഫുഡിലുള്ള ന്യൂട്രീഷണൽ ലെവൽ പോലും നമ്മുടെ ശരീരത്തിന് പൂർണ്ണമായിട്ടും ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഓക്കെ, സോ കലോറി നമ്മൾ കഴിക്കുന്നു, കലോറി നമ്മൾ ബേൺ ചെയ്യുന്നു അല്ലെങ്കിൽ കത്തിക്കുന്നു, ഉപയോഗിക്കുന്നു. ഇങ്ങനെ ഉപയോഗിക്കുന്ന ഈ ഒരു തിയറി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിക്കോ തിയറി എന്ന് പറയും, കലോറി ഇൻ കലോറി ഔട്ട് തിയറി എന്ന് പറയും. ഈ കലോറി ഇൻ കലോറി ഔട്ട് തിയറി പൂർണ്ണമായിട്ടും നമ്മുടെ ഫോക്കസ് കൂടുതൽ കലോറി കത്തിക്കുക എന്നുള്ള രീതിയിലേക്ക് എത്തി. നമ്മൾ എങ്ങനെയാണ് കലോറി കത്തിക്കുക? സാധാരണ ഒരു എഞ്ചിനൊന്നും അല്ലല്ലോ, പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്ന പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ബോഡി അതിനു വേണ്ടിയിട്ട് എനർജി യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്. ബട്ട് ഈസ് ദിസ് ദ സൊല്യൂഷൻ? ഇതാണോ ശരിയായ ഒരു രീതി? നമുക്ക് അതിലേക്ക് ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യൂ നോക്കുകയാണെങ്കിൽ നമ്മുടെ കലോറി എവിടെയാണ് പോകുന്നത് എന്ന് മനസ്സിലാക്കാം. ഒന്ന് ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം പല രീതിയിൽ അതിന്റെ ഡെയിലി ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ശ്വാസം കഴിക്കുക പോലുള്ള അതിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മുടെ ഏജ്, മസിൽ മാസ്, ജനറ്റിക്സ്, ഇത്തരം കാര്യങ്ങളിലാണ്. അതിൽ ഒന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു ബേസൽ മെറ്റബോളിക് റേറ്റ് ആണ് നമ്മുടെ ശരീരം റെസ്റ്റിംഗ് ഫേസിൽ പോലും, വലുതായിട്ട് പണിയൊന്നും എടുക്കുന്നില്ലെങ്കിൽ പോലും നമ്മുടെ ശരീരത്തിനെ ജീവനോടെ നിലനിർത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അതിൽ നമ്മുടെ ബ്ലഡ് സർക്കുലേഷനും നമ്മുടെ ശ്വാസം കഴിക്കുന്ന പ്രക്രിയ, അതുപോലെ തന്നെ ബ്രെയിൻ ഫംഗ്ഷൻ, ടെമ്പറേച്ചർ റെഗുലേഷൻ, ഇത്തരം കാര്യങ്ങളൊക്കെ അതിൽ വരും അല്ലെ. ഉറങ്ങിക്കിടക്കാന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ബോഡിയുടെ ടെമ്പറേച്ചർ 0 ആയി കഴിഞ്ഞാലോ? അങ്ങനെ ഉണ്ടാവുന്നില്ല അല്ലെ. അതുപോലെ തന്നെ ഇതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട്. അത് പെർട്ടിക്കുലർലി നമ്മുടെ മെയിൽ ആണോ ഫീമെയിൽ ആണോ, അതുപോലെ തന്നെ നമുക്ക് എത്ര പ്രായമായി, നമ്മുടെ ശരീരത്തിൽ എത്ര മസിൽ മാസ് ഉണ്ട്, ഹോർമോൺസ് എങ്ങനെയാണ് ബാലൻസിൽ പോകുന്നത്, അതുപോലെ തന്നെ മറ്റ് ജനറ്റിക്കൽ ഫാക്ടേഴ്സ്, ഇതിലൊക്കെ ഇതിനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ് മെറ്റബോളിക് റേറ്റിനെ. അതുപോലെ തന്നെ നമ്മളൊരു ദിവസം പൂർണ്ണമായിട്ടും ഉറങ്ങുകയാണ് അല്ലെങ്കിൽ നമ്മൾ റെസ്റ്റിലാണ് എന്ന് വിചാരിച്ചിട്ടും നമ്മുടെ BMR, നമ്മുടെ കലോറി ഉപയോഗിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, സോ ഇതാണ് BMR. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഉപയോഗം ശരീരത്തിന് എന്ന് വെച്ച് കഴിഞ്ഞാൽ കലോറി നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഭക്ഷണം തന്നെ ദഹിപ്പിക്കാനാണ്, അല്ലെങ്കിൽ ഭക്ഷണത്തിൽ നിന്ന് കലോറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട മാക്രോ ന്യൂട്രിയൻസിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് ഇത് കലോറി ഉപയോഗിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ, പ്രോട്ടീനിന് അപ്രോക്സിമേറ്റ്ലി 20 to 30% കലോറിയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ കാർബോഹൈഡ്രേറ്റിന് 5 to 10%, ഫാറ്റിന് 0 to 3% കലോറി യൂട്ടിലൈസേഷൻ. ഇത് നമ്മുടെ ബോഡി ഈ ഭക്ഷണം, നമ്മൾ കഴിച്ച ഭക്ഷണത്തിനെ ദഹിപ്പിക്കാനും അബ്സോർബ് ചെയ്യാനും അതുപോലെ തന്നെ അത് മെറ്റബോളൈസ് ചെയ്ത് കലോറിയിലേക്കോ അല്ലെങ്കിൽ ATP ഉപയോഗത്തിന്, അഡിനോസിൻ ട്രൈഫോസ്ഫേറ്റ് ATP ഉപയോഗത്തിലേക്ക് വേണ്ടിയിട്ടോ മാറ്റുന്നതിന്, അങ്ങനെ കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു മെറ്റബോളൈസേഷൻ പ്രോസസ്സിന് വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ പ്രോട്ടീനും കൂടുതൽ ഫൈബറും നമ്മൾ കഴിക്കുമ്പോൾ കൂടുതൽ കലോറി നമ്മുടെ ശരീരത്തിൽ ഉപയോഗിക്കപ്പെടുന്നു. കിട്ടുന്നു എന്നല്ല, ഉപയോഗിക്കപ്പെടുന്നു. ഇതിന്റെ ഒരു സിമ്പിൾ ഫാക്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാർബോഹൈഡ്രേറ്റ് ഒക്കെ നമ്മൾ ഒരു സിംഗിൾ ATP ഉപയോഗിച്ചിട്ടാണ് വരുന്നതെങ്കിൽ പ്രോട്ടീനിനെ ഡൈജസ്റ്റ് ചെയ്യാൻ 2 ATPയുടെ ഉപയോഗം വരുന്നുണ്ട്. ഓക്കെ, മൂന്നാമത്തെ കാര്യം നോൺ എക്സസൈസ് ആക്ടിവിറ്റി തെർമോജനസിസ് അല്ലെങ്കിൽ നീറ്റ് എന്ന് പറയും. ഇതെന്താണ് ശരിക്കും? നമ്മൾ ചെറിയ ഒരുപാട് മൂവ്മെന്റ്, ശരീരത്തിന്റെ മൂവ്മെന്റ് ഉണ്ട്, പക്ഷെ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള എക്സസൈസ് ആക്ടിവിറ്റി അല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. നമ്മളൊന്ന് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് പോകുന്നതോ, അല്ലെങ്കിൽ ഈവൻ ഇപ്പോഴും സംസാരിക്കുമ്പോഴേ എന്റെ കൈ അനങ്ങുന്നതോ, കൈ അനക്കിയിട്ടും എനിക്ക് സംസാരിക്കാം, കൈ അനങ്ങാതെയും സംസാരിക്കാം, അല്ലെങ്കിൽ ഞാൻ എന്റെ വർക്ക് ചെയ്യുമ്പോഴും നിന്നിട്ടാണോ ചെയ്യുന്നത്, ഇത്തരം ചെറിയ കാര്യങ്ങൾ പോലും നമ്മുടെ നോൺ എക്സസൈസ് ആക്ടിവിറ്റിയിലേക്ക് വരും. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പല ആളുകളിലും വാരി ചെയ്യും.
ഒരു 200 കലോറി പെർ ഡേ ഉപയോഗിക്കുന്ന ആളുണ്ട്, 2000 കലോറി പെർ ഡേ ഉപയോഗിക്കുന്ന ആളുണ്ട്, ഈ ഒരു നീറ്റിന് മാത്രം. കാരണം അയാൾ ആ ദിവസം പൂർണ്ണമായിട്ടും പലതരത്തിലുള്ള ആക്ടിവിറ്റീസിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ ശരീരം കലോറി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ നമുക്ക് ഈ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ ഏറ്റവും എളുപ്പത്തിൽ നമ്മുടെ ബോഡിയിൽ കലോറി കൂടുതൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഒരു പക്ഷേ ത്രൂ ഔട്ട് ദ ഡേ നമ്മൾ ബോഡി മൂവ്മെന്റ് ചെയ്യുക എന്നുള്ളതായിരിക്കും. നാലാമത്തത് എക്സസൈസ് ആക്ടിവിറ്റി തെർമോജെനിസിസ്. എക്സസൈസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇന്റൻഷണൽ എക്സസൈസ് ആണ്. ഒരു പക്ഷേ സ്വിമ്മിങ് അല്ലെങ്കിൽ റണ്ണിങ് അല്ലെങ്കിൽ ജിമ്മിൽ പോയിട്ട് 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്യുക, സ്പോർട്സിൽ വർക്കൗട്ട് ചെയ്യുക, ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് നമ്മുടെ ശരീരത്തിന്റെ എനർജി യൂട്ടിലൈസേഷൻ ഉണ്ട്. അത് ഓൾമോസ്റ്റ് 5 to 15% മാത്രമേ ഉള്ളൂ. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ അല്ലെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന കലോറിയുടെ വെറും 5-15% മാത്രമേ, 5 മുതൽ 15% മാത്രമേ നമ്മുടെ എക്സസൈസിൽ പറ്റുള്ളൂ. അപ്പൊ ഒന്ന് ചിന്തിച്ചു നോക്കൂ, നമ്മൾ ഭക്ഷണം കുറവ് കഴിച്ചിട്ട് ഒരുപാട് എക്സസൈസ് ചെയ്ത് 1 മണിക്കൂർ വളരെ സ്ട്രെനസ് ആയിട്ടുള്ള എക്സസൈസ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ കലോറി ഒരുപാട് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അഡാപ്റ്റേഷൻ ഉണ്ട്. ഇതിന് പറയുന്നത് അഡാപ്റ്റീവ് തെർമോജെനിസിസ് ആണ്. ഇപ്പൊ ഇതെന്താണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ശരീരം കലോറി ഉപയോഗിക്കുന്നത് നമ്മുടെ എൻവയോൺമെന്റുമായിട്ടുള്ള റെസ്പോൺസ്, അതുപോലെ തന്നെ നമ്മുടെ ഡയറ്റുമായിട്ടുള്ള റെസ്പോൺസ്, അതുപോലെ തന്നെ ബോഡി കമ്പോസിഷൻ, ഇത്തരം കാര്യങ്ങളാണ്. കൂടുതൽ മസിലുള്ള ഒരാളിൽ കൂടുതൽ എനർജി യൂട്ടിലൈസേഷൻ നടക്കുന്നുണ്ടാവും. കൂടുതൽ എരിവുള്ളതോ അല്ലെങ്കിൽ കൂടുതൽ പുളിയുള്ളതോ കൂടുതൽ മസാലകളുള്ളതോ ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഒരുപക്ഷെ ചൂട് അനുഭവപ്പെടുന്നവരുണ്ടാവും, അല്ലെങ്കിൽ കൂടുതൽ ആ ശരീരത്തിന്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം കുറച്ച് കൂടുതൽ എഫേർട്ട് എടുത്തിട്ട് വർക്ക് ചെയ്യേണ്ടതുണ്ടാവും. അങ്ങനെ ആവുമ്പോൾ ശരീരം ബേൺ ചെയ്യുന്ന കലോറി നേരത്തെ പറഞ്ഞ 10 to 20% കൃത്യമായിട്ട് അതേ രീതിയിൽ തന്നെ ആവണമെന്നില്ല. ഓക്കെ, എൻവയോൺമെന്റുമായിട്ട് റെസ്പോൺസ്. നമ്മൾ തണുത്ത സ്ഥലത്ത് പോയി കഴിഞ്ഞാലോ ചൂടുള്ള സ്ഥലത്ത് പോയി കഴിഞ്ഞാലോ ശരീരത്തിന്റെ ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഈവൻ ശ്വാസം കഴിക്കാൻ വേണ്ടിയിട്ട്, ഈവൻ ശരീരത്തിന്റെ ബ്ലഡ് സർക്കുലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ കൂടുതൽ എനർജിയുടെ അല്ലെങ്കിൽ കുറവ് എനർജിയുടെ ആവശ്യം ഉണ്ടാവും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഡാപ്റ്റീവ് തെർമോജെനിസിസ് മുഖേന നമ്മുടെ ശരീരം പല രീതിയിലാണ് വർക്ക് ചെയ്യുക. ഓരോരുത്തർക്കും അത് വ്യത്യസ്തവുമാവാം. പല ഉദാഹരണങ്ങളുണ്ട്. അതില് നമ്മുടെ ബോഡി ഷിവറിങ് ഉണ്ടാവുന്നില്ലേ, വിറക്കുന്നതില്ലേ തണുപ്പ് വരുന്ന സമയത്ത്. അതുപോലെ തന്നെ കൂടുതൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ശരീരത്തിന് ഒരു ചൂട് അനുഭവപ്പെടുന്നത്, മെറ്റബോളിസം സ്ലോ ഡൗൺ ആവുന്നത്, ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മുടെ പ്രത്യേകിച്ച് കലോറി റെസ്ട്രിക്റ്റഡ് ഡയറ്റിൽ പോകുമ്പോൾ മെറ്റബോളിസം ഡൗൺ ആവാം, അല്ലെങ്കിൽ നമുക്കൊരു ഫാറ്റിഗ്നെസ്, ഒരു ക്ഷീണം അനുഭവപ്പെടാം. ഇതൊക്കെ ഈ അഡാപ്റ്റീവ് തെർമോജെനിസിസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. സോ പ്രധാനപ്പെട്ട 5 കാര്യങ്ങളിലാണ് നമ്മുടെ ശരീരം എനർജി യൂട്ടിലൈസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഭക്ഷണം കുറച്ച് കഴിച്ചിട്ട് കൂടുതൽ മൂവ്മെന്റ് അല്ലെങ്കിൽ കൂടുതൽ അനങ്ങുക എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് വരുമ്പോൾ അത് ശരിയാവോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഇല്ല. എന്താ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിഷ്യലി ഒക്കെ നമുക്കത് വളരെ സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നുണ്ടാവും. പക്ഷെ പോകെ പോകെ നമ്മുടെ ശരീരത്തിന് ഒരു ടയർഡ്നെസ് തോന്നുമ്പോൾ, പ്രത്യേകിച്ചും ന്യൂട്രിയന്റ് അല്ലെങ്കിൽ മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി നടക്കുന്ന സമയത്ത്, വൈറ്റമിൻസും മിനറൽസിന്റെയും അഭാവത്തിൽ ശരീരത്തിന് ക്രേവിങ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവാം അത്തരം ഒരു ഡയറ്റ് പാറ്റേൺ. അപ്പോഴെന്ത് സംഭവിക്കും? ഒരുപക്ഷെ ഈവൻ 2-3 ദിവസം അല്ലെങ്കിൽ ഒരാഴ്ചയ്ക്ക് ശേഷം നമ്മൾ കൂടുതൽ ഭക്ഷണം കഴിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തും. BMR കുറച്ചിട്ട്, മെറ്റബോളിസം കുറച്ചിട്ട് നമ്മുടെ ബോഡി അപ്പോൾ എനർജി സേവ് ചെയ്യുന്ന ഒരു പ്രോസസ്സിലും കൂടി ആണെങ്കിൽ, അത്തരം ഭക്ഷണ രീതിക്ക് ശേഷം കൂടുതൽ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ബോഡി കൂടുതൽ വെയിറ്റ് പിക്കപ്പ് ചെയ്യും, അല്ലെങ്കിൽ ആ ഒരു പ്രോബ്ലം, നമുക്ക് ഉണ്ടായിരുന്ന ചലഞ്ച് കൂടുതൽ വേഴ്സ്റ്റ് ആവുക ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു കാര്യം കൂടി ഫിറ്റ്നസ് ട്രാക്കറിനെ പറ്റിയിട്ടൊന്ന് നോക്കാം. ഫിറ്റ്നസ് ട്രാക്കേഴ്സിൽ പലപ്പോഴും ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ കഴിക്കുന്ന ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്തുള്ള കലോറി കറക്റ്റ് ആവണം എന്നില്ല. അതുപോലെ തന്നെ ഫിറ്റ്നസ് ട്രാക്കേഴ്സും പലപ്പോഴും നമ്മളോട് പറയുന്ന കലോറി ബേൺ, ഇത്ര കലോറി നമ്മൾ കത്തിച്ചു എന്ന് പറയുന്നത് കറക്റ്റ് ആവണമെന്നില്ല. അത് ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്കും അൺഹെൽത്തി ആയിട്ടുള്ള ആൾക്കാർക്കും ഇത് വ്യത്യാസം ഉണ്ടാവും. രണ്ടാമത്തെ ഒരു റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡി ഒരു റിതമിലേക്ക് വരും. അത്തരം ഒരു റിതത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണമായിട്ടും അത്രയും കലോറി തന്നെ നമുക്ക് ആവശ്യമില്ല. ഉദാഹരണത്തിന് ഒരു മാരത്തൺ ഓടുന്ന ആളെ പറ്റി ചിന്തിക്കാം. ആദ്യത്തെ ഒരു 2 കിലോമീറ്റർ കഴിയുമ്പോഴേക്കും തന്നെ അയാളുടെ ബോഡി ഒരു റിതമിലെത്തും. അപ്പൊ ആദ്യത്തെ 2 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് അയാൾ എടുത്ത എനർജി അതേ അളവിൽ തന്നെ അടുത്ത 2 കിലോമീറ്ററോ അടുത്ത 20 കിലോമീറ്റർ ഓടാൻ വേണ്ടിയിട്ട് അദ്ദേഹം എടുക്കുന്നുണ്ടാവില്ല. അങ്ങനെ ഒരു പ്രശ്നം ഇവിടെയുണ്ട് ഫിറ്റ്നസ് ട്രാക്കർ ഉപയോഗിച്ചിട്ട് നമ്മൾ കലോറി കൗണ്ട് ചെയ്യുമ്പോൾ. അതുപോലെ തന്നെ
എക്സസൈസ് ഒരു ജിമ്മിൽ പോയിട്ട് എക്സസൈസ് ചെയ്യുന്ന ആള് 2 മണിക്കൂറോ അല്ലെങ്കിൽ 1 മണിക്കൂറോ വളരെ സ്ട്രെയിനസ് ആയിട്ട് എക്സസൈസ് ചെയ്യുന്ന ആള് അന്നത്തെ ദിവസം പൊതുവെ കൂടുതൽ റെസ്റ്റ് ടൈമിലായിരിക്കും ഉണ്ടാവുക. ഫുൾ ത്രൂ ഔട്ട് ദ ഡേ നമ്മൾ ബോഡി മൂവ് ചെയ്യുന്നത് അന്നേരം ഒഴിവാക്കും. അതുകൊണ്ട് തന്നെ എന്താവുന്ന വെച്ച് കഴിഞ്ഞാൽ ത്രൂ ഔട്ട് ദ ഡേ നമ്മുടെ ബോഡി കലോറി കത്തിക്കുന്നത് കുറക്കും. ഓക്കെ, ഇത് ഒരു കോമ്പൻസേഷൻ മെക്കാനിസം ആണ്. ഇത്തരം കോമ്പൻസേഷൻ മെക്കാനിസം പലപ്പോഴും നമ്മുടെ ഫിറ്റ്നസ് ട്രാക്ക് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ കൂടുതൽ കലോറി കത്തിക്കുക എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്കിവിടെ 100% ആയിട്ട് എടുക്കാൻ പറ്റില്ല. ഓക്കെ, സോ ഇത്തരം കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ഭക്ഷണം കഴിച്ചു, ഈ ഭക്ഷണത്തിൽ നിന്ന് കലോറി എങ്ങനെ കിട്ടി, അത് എങ്ങനെ നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിലുള്ള പല മിത്തുകളും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് കൊണ്ട് എന്താ ഗുണം? നമുക്ക് ഇന്നുള്ള ലൈഫ് സ്റ്റൈൽ ചലഞ്ചസ് അതിനെ ഒരു ശരിയായ രീതിയിൽ, പ്രത്യേകിച്ച് ഡയറ്റ്, നമ്മൾ ഇന്ന് ചെയ്യുന്ന ഹെൽത്തി ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു റെജിമില്ലേ, ആരോഗ്യത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന പല സ്റ്റെപ്പുകളും, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഭക്ഷണമാണ്. അതിൽ ഹെൽത്തി ആയിട്ടുള്ള ഭക്ഷണം നമ്മൾ കഴിക്കുക, അതിനുശേഷം നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള മൂവ്മെന്റ് പാറ്റേണിലേക്ക് മാറുക ശരീരത്തിന്റെ. അങ്ങനെ പോകുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിൽ ഒരു ട്രാൻസ്ഫോർമേഷനുള്ള സാധ്യത പോലും മുന്നോട്ട് കാണുന്നത്. സോ ഈ ഒരു സെഷന്റെ പർപ്പസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പല തെറ്റിദ്ധാരണകളും മാറ്റി വെച്ചിട്ട് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു ഡയറ്റ് പാറ്റേൺ കണ്ടിന്യൂ ചെയ്യുക, അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് പാറ്റേൺ നമ്മൾ ഒരു കോച്ചിന്റെ സഹായത്തോട് കൂടിയിട്ടാണെങ്കിലും നമ്മൾ വർക്കൗട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ അടുത്ത ഒരു 5 മാസം 6 മാസം ഒക്കെ കണ്ടിന്യൂ ചെയ്യുമ്പോൾ there will be drastic change in our personal health. Thank you.